നമസ്കാരം. മുൻ ലോകസുന്ദരിയും പ്രശസ്ത നടിയുമായ ഐശ്വര്യ റായും ബോളിവുഡ് താരം അഭിഷേക് ബച്ചനും ഒരുപാട് കാലത്തെ സൗഹൃദത്തിന് ശേഷമാണ് പ്രണയത്തിലായത്. 2007 നടന്റെ അച്ഛനും ബോളിവുഡിന്റെ ലെജൻഡറി സൂപ്പർ സ്റ്റാറുമായ അമിതാഭ് ബച്ചന്റെ മുംബൈ വസതിയായ പ്രതീക്ഷയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത്. പിന്നീട് 2011 ഇരുവർക്കും ആരാധ്യ എന്നൊരു മകളും ജനിച്ചു. അമ്മയായ ഐശ്വര്യ റായ്ക്കൊപ്പം അനവധി അവാർഡ് ഷോകളിലും കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോലെ പരിപാടികളിലും നിറസാന്നിധ്യമാണ് കുറച്ചു കാലമായി ആരാധ്യ ബച്ചന്. കരിയറിലെ വലിയൊരു മോശം സമയത്തിന് ശേഷം ചില നല്ല ചിത്രങ്ങളുമായി വീണ്ടും സജീവമായിരിക്കുകയാണ് അഭിഷേക് ബച്ചനും. ഇത്തവണ മകൾ ആരാധ്യയ്ക്കൊപ്പം ന്യൂയോർക്കിലായിരുന്നു അഭിഷേക് ബച്ചനും ഐശ്വര്യ റായ്ക്കും ന്യൂ ഇയർ ആഘോഷം. ന്യൂ ഇയർ ആഘോഷത്തിന് ശേഷം മുംബൈയിൽ തിരിച്ചെത്തിയ ഇവരുടെ വീഡിയോസ് വൈറലായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് മുംബൈ വിമാനത്താവളത്തിൽ അവധിക്കാലം കഴിഞ്ഞ് ബോളിവുഡ് താരദമ്പതികൾ മകൾ ആരാധ്യയോടൊപ്പം ഒരുമിച്ചെത്തിയത്. ഏറെ സന്തോഷത്തോടെ അതിലേറെ സിമ്പിളായി എത്തിയ 3 പേരുടെയും ചിത്രങ്ങൾ പകർത്താൻ എയർപോർട്ടിൽ വമ്പൻ തിരക്ക് തന്നെ ആയിരുന്നു. ഇവരുടെ വീഡിയോസ് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തു. ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുടെ മനം കവർന്ന നിമിഷമായിരുന്നു ഇത്. 3 പേരും ട്വിന്നിങ് കളറിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അതോടെ ബ്ലാക്കിനോട് എന്താണ് ഇത്രയും പ്രിയമെന്ന് ചോദ്യങ്ങളും വന്നിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും വേർപിരിഞ്ഞു. ഇരുവർക്കും ഇടയിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്നിങ്ങനെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പിന്നാലെയാണ് 3 പേരെയും വീണ്ടും കാണുന്നത്. അതോടെ പാപ്പരാസികളുടെ വായടഞ്ഞു എന്ന് മാത്രമല്ല, പ്രചരിക്കുന്ന ഗോസിപ്പുകൾക്ക് ഒടുക്കം കൂടിയാണിത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യമാണ് സംസാര വിഷയമായത്. എയർപോർട്ടിൽ വന്നിറങ്ങിയ ആരാധ്യ മാധ്യമപ്രവർത്തകരോട് കയർത്തു സംസാരിച്ചു എന്നാണ് പ്രചരിപ്പിച്ചത്. അതോടെയാണ് എന്ത് ജാടയാണ്, ബച്ചൻ കുടുംബത്തിൽ ആർക്കും ഇത്രയും ഗമയില്ല എന്നൊക്കെയുള്ള സംസാരം നടന്നത്. പക്ഷെ അതായിരുന്നില്ല സത്യം. തിക്കും തിരക്കും കൂട്ടുന്ന ഓൺലൈൻ വീഡിയോസിനോട് ബി കെയർഫുൾ എന്നാണ് ഹിന്ദിയിൽ താരപുത്രൻ സംസാരിച്ചത്. എല്ലാവരോടും വിനയത്തോടു കൂടി മാത്രമാണ് ആരാധ്യ പെരുമാറുക. ഒരിക്കൽ അംബാനി കുടുംബത്തിലെ ആഘോഷത്തിനിടയിൽ പങ്കെടുക്കാനെത്തിയ ആരാധ്യ മുതിർന്ന ആളുകളോട് പെരുമാറുന്ന രീതിയെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു. ഐശ്വര്യ റായ് അവസാനമായി മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ സിനിമയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അഭിഷേക് അടുത്തിടെ കാളിദർ ലാപ്റ്റിയിൽ അഭിനയിച്ചിരുന്നു. അടുത്തതായി ഷാറുഖ് ഖാനൊപ്പം സിദ്ധാർത്ഥ് ആനന്ദിന്റെ കിങ്ങിൽ അഭിനയിക്കും. കഴിഞ്ഞ വർഷം ആംഗ്രി യങ് മാൻ എന്ന ഡോക്യുമെന്ററി മിനി സീരീസിലും എത്തിയിരുന്നു. അതേസമയം ബോളിവുഡിലെ എ-ലിസ്റ്റ് ദമ്പതികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന അഭിഷേക് ബച്ചനും ഐശ്വര്യ റായ് ബച്ചനും പലപ്പോഴും ട്രോളുകൾ നേരിടുന്നതായി കാണാം. അവരുടെ ബന്ധം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മാതാപിതാക്കളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള കിംവദികളോട് ആരാധ്യ ബച്ചൻ എങ്ങനെ പ്രതികരിച്ചുവെന്ന് അഭിഷേക് വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, തന്റെ മകൾക്ക് 14 വയസ്സുണ്ടെന്നും അവരുടെ കൈവശം ഫോണില്ലെന്നും അഭിഷേക് വെളിപ്പെടുത്തി. മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഗൂഗിളിൽ തിരയുന്നത് തടയാൻ വേണ്ടി മാത്രമാണിത്. ആരാധ്യ പ്രതികരിച്ചതിനെക്കുറിച്ച് അഭിഷേക് പറഞ്ഞത് ഇങ്ങനെ: സിനിമാ മേഖലയോട് ആരാധ്യയ്ക്ക് വലിയ ബഹുമാനമുണ്ട്. ഞങ്ങൾ 2 പേരും എന്താണ് ചെയ്യുന്നതെന്ന് വിശദമായി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. സിനിമകളും പ്രേക്ഷകരും ഞങ്ങൾക്ക് നൽകിയതാണ് ഞങ്ങൾ. ആത്മവിശ്വാസമുള്ള ഒരു കൗമാരക്കാരിയായി ആരാധ്യ വളരുന്നു. അവൾക്ക് അവളുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സ്വയം പ്രകടിപ്പിക്കാനുള്ള വളരെ സ്വാഭാവികമായ ഒരു രീതി അവൾക്കുണ്ടെന്നും അഭിഷേക് പറഞ്ഞു. ആരാധ്യ പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവൾക്ക് മൊബൈൽ ഫോൺ ഇല്ല. അവൾക്ക് 14 വയസ്സുള്ളൂ. ആരാധ്യയുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും അവളോട് സംസാരിക്കണമെങ്കിൽ അവർ ഐശ്വര്യയെ ഫോണിൽ വിളിക്കും. ഐശ്വര്യയും ഞാനും വളരെ കാലം മുമ്പേ ആരാധ്യയ്ക്കായി ഇത് തീരുമാനിച്ചതാണ്. ആരാധ്യയ്ക്ക് ഇന്റർനെറ്റ് ധാരാളം ലഭ്യമാണെങ്കിലും അവൾ തന്റെ ഗൃഹപാഠം പൂർത്തിയാക്കുന്നതിനോ ഗവേഷണം നടത്തുന്നതിനോ ആണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അവൾക്ക് സ്കൂൾ വളരെ ഇഷ്ടമാണ്. ആരാധ്യയെ ഐശ്വര്യ നല്ല രീതിയിൽ വളർത്തുന്നു. അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹമോചന വാർത്ത ഓൺലൈനിൽ വൈറലായിരുന്നു. അത് വായിച്ചപ്പോൾ ആരാധ്യ എങ്ങനെയായിരുന്നു പ്രതികരിച്ചതെന്നുള്ള ചോദ്യവും അഭിഷേകിന് വന്നു. അഭിഷേക് ഇതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെ: അവൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. കാരണം അവൾക്ക് ഈ കാര്യങ്ങളിൽ താല്പര്യമില്ലായിരുന്നു. കുടുംബങ്ങളെക്കുറിച്ച് വായിക്കുന്നതെല്ലാം സത്യമല്ലെന്ന് അവളുടെ അമ്മ അവളോട് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എന്നോട് പൂർണ്ണമായും സത്യസന്ധമായിരിക്കുന്നത് പോലെ ആരെങ്കിലും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വന്ന് സത്യം അറിയാത്ത ഒരു സ്ഥലത്തല്ല ഞങ്ങൾ താമസിച്ചിരുന്നത്. കുടുംബത്തിനുള്ളിൽ അത് എപ്പോഴും സത്യസന്ധമായിരുന്നു. ഐശ്വര്യ ഗർഭിണിയായപ്പോൾ താൻ പുകവലിയും മദ്യപാനം ഉപേക്ഷിച്ചുവെന്നും അഭിഷേക് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ രണ്ടും ഉപേക്ഷിച്ചുവെന്നും അവയിൽ താൻ തൊടുന്നില്ലെന്നും അഭിഷേക് വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം തന്നെ കുറച്ചു കാലം മുമ്പ് അവരുടെ വിവാഹത്തിൽ വിള്ളൽ വീഴുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇരുവരും അതിനോട് പ്രതികരിച്ചിരുന്നുമില്ല. എന്നാൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ റെഡ് കാർപ്പറ്റിൽ മുടിയിൽ സിന്ദൂരം ധരിച്ച് എത്തിയപ്പോൾ ഐശ്വര്യ എല്ലാ കിംവദികൾക്കും വിരാമിട്ടുകൊണ്ടാണ് എത്തിയത്. അത് തന്നെയായിരുന്നു അവരുടെ പ്രതികരണം. മാത്രമല്ല, അടുത്തിടെ ഇൻസ്റ്റന്റ് ബോളിവുഡ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള കിംവദന്തികളോട് സംസാരിക്കുകയും ചെയ്തു. താനും ഐശ്വര്യ റായും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും താൻ എന്നും തിരിച്ചു പോകുന്നത് സന്തോഷം നിറഞ്ഞ ഒരു വീട്ടിലേക്കാണെന്നും അഭിഷേക് പറയുകയുണ്ടായി. ഞാൻ ഇവിടുന്ന് നേരെ മടങ്ങുന്നത് ഒരു സന്തുഷ്ട കുടുംബത്തിലേക്കാണ്. അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച അഭിഷേക് ബച്ചൻ പറഞ്ഞു. തന്റെ ഭാര്യ പുറത്തു നിന്നുള്ള ശബ്ദങ്ങളും മുറവിളികളും തങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം എന്റെ അമ്മയായാലും ഇപ്പോൾ എന്റെ ഭാര്യ ആയാലും അവർ പുറം ലോകത്തെ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാറില്ലെന്ന് അഭിഷേക് ബച്ചൻ പറഞ്ഞു. ഞാൻ ഈ സിനിമ മേഖലയിലാണ് വളർന്നത്. അതുകൊണ്ട്
എന്ത് ഗൗരവമായി എടുക്കണമെന്നും എന്ത് ഗൗരവമായി എടുക്കരുതെന്നും എനിക്കറിയാം. സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നതൊന്നും എന്നെ ബാധിക്കാറില്ല, അഭിഷേക് വിശദീകരിച്ചു. പ്രശസ്ത നടന്റെ തുറന്നു പറച്ചിൽ വളരെയേറെ നാളുകളായി നീണ്ടു നിന്നിരുന്ന അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ തകർച്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ഇതാദ്യമായല്ല അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും വിവാഹത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഐശ്വര്യ തന്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കുറച്ചു നാൾ താമസം മാറിയപ്പോഴും താരദാമ്പത്യം അവസാനിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അന്ന് രോഷാകുലനായ അഭിഷേക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു, ശരി, അപ്പോൾ ഞാൻ വിവാഹമോചനം നേടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അറിയിച്ചതിന് നന്ദി. ഞാനും പുനർവിവാഹം കഴിക്കുമ്പോൾ എന്നെ അറിയിക്കാമോ എന്നാണ് അഭിഷേക് തമാശയായി കുറിച്ചത്. മുൻ ലോകസുന്ദരിയും പ്രശസ്ത നടിയുമായ ഐശ്വര്യ റായും ബോളിവുഡ് താരം അഭിഷേക് ബച്ചനും ഒരുപാട് കാലത്തെ സൗഹൃദത്തിന് ശേഷമാണ് പ്രണയത്തിലായത്. 2007 നടന്റെ അച്ഛനും ബോളിവുഡിന്റെ ലെജൻഡറി സൂപ്പർ സ്റ്റാറുമായ അമിതാഭ് ബച്ചന്റെ മുംബൈ വസതിയായ പ്രതീക്ഷയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു ഈ വിവാഹം. പിന്നീട് 2011 ഇരുവർക്ക് ആരാധ്യ എന്നൊരു മകളും ജനിച്ചു. അമ്മയായ ഐശ്വര്യ റായിക്കൊപ്പം അനവധി അവാർഡ് ഷോകളിലും കാൻ ഫിലിം ഫെസ്റ്റിവലിലും മറ്റു പരിപാടികളെല്ലാം നിറസാന്നിധ്യമായി ആരാധ്യ ബച്ചൻ ഐശ്വര്യയ്ക്കൊപ്പം എത്താറുണ്ട്. കരിയറിലെ വലിയൊരു മോശം സമയത്തിന് ശേഷം ചില നല്ല ചിത്രങ്ങളുമായി വീണ്ടും സജീവമാണ് ഇന്ന് അഭിഷേക് ബച്ചനും.